എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു കോമഡി മാസ്റ്റേഴ്സിലേക്ക്. നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. എന്നാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത എന്നറിയോ? ഇല്ല, ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പിയാ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എന്റെ ദിവസം ഞാൻ എൻജോയ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം അവിടെ വരാൻ പോകുന്ന നാട്ടുകൂട്ടം എന്ന് പറയുന്നത് എന്റെ സ്വന്തം ആൾക്കാരെ പോലെ എനിക്ക് തോന്നിക്കുന്നല്ല, എന്റെ സ്വന്തം ആൾക്കാരാ വരാൻ പോകുന്നത്. അഖിലേട്ട മാമനെ എല്ലാരെയും കൊണ്ടുവന്ന പോലെ അവള് ഫാമിലി നാരെ കൊണ്ടുവരികയാണ്. എക്സാക്ട്ലി, ഫാമിലിന്നാണ് വരാൻ പോകുന്നത്. എന്നെ പോലെ അത്യാവശ്യം വണ്ടിയൊക്കെ ഭ്രാന്തുള്ളതും സ്റ്റിയറിങ്ങും ഗിയറും ആ ഒരു പവറിലൊക്കെ പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പവർഫുൾ ലേഡീസ് ആണ് വരാൻ പോകുന്നത്. റെഡിയാണോ? ലെറ്റ്സ് വെൽക്കം ദ പവർഫുൾ ലേഡീസ് കോമഡി മാസ്റ്റേഴ്സ്. ഹായ് ചേച്ചി. ഹായ് എലിന. എന്റെ പേരെങ്ങനെയാ? എന്റെ പേര് ദീപ. ദീപ, എന്താണ് ഓടിക്കാത്തതെന്ന് വേണം ഞാൻ വേണമെങ്കിൽ ചോദിക്കേണ്ടത്. പക്ഷെ ആസ് എ പ്രൊഫഷണൽ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്യുന്നത് 108 ആംബുലൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ ലേഡി ഡ്രൈവറാണ്. എവിടെ ശരിക്കുള്ള സ്ഥലം എവിടെയാ? ശരിക്കും കോട്ടയം കുറുപ്പന്ത്രയാണ്. കോട്ടയമാണ്. കുറുപ്പന്ത്ര. അപ്പൊ എത്ര വർഷമായി ഈ ആംബുലൻസ് ഓടിക്കുന്നു? ആംബുലൻസ് ഓടിക്കാൻ 3 വർഷമായതേ ഉള്ളൂ. 2008 മുതൽ വണ്ടി ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബൈക്കില് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന ബൈക്ക് ഏതാ? ഡൊമിനാർ 400. ഡൊമിനാർ 400. നൈസ്, ദാറ്റ്സ് നൈസ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്കും പലപ്പോഴും ഞാൻ എന്റെ ഈ സ്പീഡിലൊക്കെ ഓടിക്കുമ്പോൾ എന്റെ അടുത്ത് പറയുന്നത് എനിക്ക് ആംബുലൻസ് ഓടിക്കാൻ ഭയങ്കര കഴിവുള്ള കുട്ടിയാന്ന് പറയും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഇതിന് ശരിക്കും നമ്മൾ ആംബുലൻസ് ഡ്രൈവർ ആവുന്നതിന് സ്പീഡ് അല്ലാണ്ട് വേറെ കുറെ കാര്യങ്ങൾ വേണ്ടി വരും. എന്തൊക്കെയാണ് അത്? അല്ലെങ്കിൽ നമ്മൾ അതിലേക്കൊന്ന് അപ്ലൈ ചെയ്യണോ? അതെങ്ങനെയാ അതിന്റെ ഒരു പ്രൊസീജിയർ? ഇല്ല, ഇപ്പൊ നേരത്തെ നമുക്ക് ഹെവി വേണമായിരുന്നു ആംബുലൻസ് ഓടിക്കാൻ. പക്ഷെ ഇപ്പം അതില്ല, LMV മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ട്രാഫിക്കിന്റെ കാര്യങ്ങൾ അറിയാലോ. ക്ഷമ എന്നുള്ളത് എനിക്കില്ലാത്തത് അതാണ്. ക്ഷമ എന്നൊരു സംഭവം എനിക്കില്ല. പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ വന്നു. അടുത്ത ആളെ ഒന്ന് പരിചയപ്പെടാം. ഹലോ. ഹായ്. ഹായ്, എന്റെ പേര് ആതിര മുരളി. ആതിര മുരളി എവിടുന്നാണ് വരുന്നത്? കോട്ടയം സ്വദേശിനിയാണ്. കോട്ടയം. എന്ത് ചെയ്യുന്നു? ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. വാഹനങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ചെറിയ പ്രായത്തിൽ മുതൽ ഡ്രൈവ് ചെയ്യും എല്ലാ വാഹനങ്ങളും. ഇൻഫ്ലുവൻസർ ആണ്. ഓട്ടോമോട്ടീവ് കണ്ടന്റ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പ് ചെയ്യുന്നുണ്ട്. എത്ര വയസ്സ് മുതലാ തുടങ്ങിയത്? 18 ആയപ്പോ ലൈസൻസ് എടുത്തു. 20 ആയപ്പോ ഹെവി എല്ലാ ലൈസൻസ് എടുത്തു. പിന്നെ റേസിംഗിലേക്ക് വന്നത്. കാരണം ടൈം എടുത്ത് സ്റ്റഡി ചെയ്തിട്ട്. അടിപൊളി, സൂപ്പർ. യെസ്, അമ്മേനെ പിന്നെ പ്രത്യേകം നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അമ്മയുടെ ഫേസ് വളരെയധികം എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ വണ്ടിയും ഓടിക്കും. ഏതാ ഓടിക്കതെന്ന് വേണം നമ്മൾ. ഫ്ലൈറ്റ് ഓടിച്ചായിരുന്നോ? ഓടിച്ചില്ല. അപ്പൊ ഫ്ലൈറ്റ് അത് പിന്നെ നമ്മുടെ വണ്ടിയുടെ ലിസ്റ്റിൽ വരില്ല. അതുകൊണ്ട് അല്ലേ ബാക്കിയെല്ലാം JCB ഒക്കെ പുഷ്പം പോലെ. എനിക്കൊന്ന് സൂപ്പർ കാർസ് ഓടിച്ചിട്ടുണ്ട്, ലക്ഷറി കാറുകൾ ഓടിച്ചിട്ടുണ്ട്. പേരെങ്ങനെയായിരുന്നു? പേര് എന്റെ പേര് രാധാമണി. പക്ഷെ എല്ലാവരും അറിയുന്നത് ഞാൻ മണിയമ്മ എന്നാണ്. മണിയമ്മ. ഓക്കെ, അടുത്ത ആളെ പരിചയപ്പെടാം. ഹലോ. നിങ്ങൾ മൂന്ന് ഒരു ഫാമിലിന്നാണ് അല്ലേ? സിസ്റ്റേഴ്സ് ആണോ നിങ്ങൾ എല്ലാരും? അല്ല. ഓക്കെ, പിന്നെ എങ്ങനെയാണ്? ഞാന് അമ്മയാണ്. എന്റെ മോള് അനിയത്തി. അയ്യോ, അമ്മയും മോളും ഒന്നും തമ്മിലൊക്കെ മനസ്സിലാവുന്നില്ല. പേരെങ്ങനെയാ? ദേവിക. ഓക്കെ, ദേവിക. ഇത് അനിയത്തി സൂര്യ. ദേവികയുടെ അനിയത്തിയാണോ അമ്മയുടെ അനിയത്തിയാണോ? എന്റെ ദൈവമേ, ഇത് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാരും ഒരുപോലെയാണല്ലോ ഇരിക്കുന്നേ. കൊള്ളാം. ആൻഡ് നിങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പുത്തേട്ട് ട്രാവൽ വ്ലോഗ്. പുത്തേട്ടത്ത്. യെസ്. നിങ്ങൾക്ക് എന്താണ് ബിസിനസ്? എന്താണ്? ഞങ്ങൾക്ക് ലോറി ട്രാൻസ്പോർട്ടിംഗ് ആണ്. അപ്പൊ ഈ ഗുഡ്സ് ലോറി പോലെ നിങ്ങൾ ഓരോ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കും. ആൻഡ് ഓടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്? അതെ. മോൾ ഉൾപ്പെടെ. മോള് വെക്കേഷൻ ഉള്ള ടൈമിലൊക്കെ ഞങ്ങളോട് ഒരു അനിയത്തി അതുപോലെ തന്നെ
ഞാന് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഞാൻ ഹസ്ബൻഡും ആണ്. ഓക്കെ, എലി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇവരിവിടുന്ന് എൻട്രി ആവുന്നതിന് തൊട്ടുമില്ലേ എൻ്റെ അടുത്ത് ശ്രീവിദ്യ ചോദിച്ചു, ഇന്ന് വരുന്നതൊക്കെ ഈ വണ്ടി ഓടിക്കുന്ന ചേച്ചിമാരൊക്കെ ആണല്ലേ ഇന്ന് വരാൻ പോകുന്നത്. എനിക്കൊരു വണ്ടി ഓടിക്കുന്ന ടീമുമായിട്ടൊരു ബന്ധമുണ്ട്. ഞാൻ എന്താണ് ഇതിന്റെ ബന്ധം? ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ഒരു 3 ചേച്ചിമാരൊക്കെ ഉണ്ട്. ഒരു ദിവസം എനിക്ക് ഇവര് തൃശ്ശൂർ മുതൽ പാലക്കാട് വരെ സൈഡ് തന്നില്ലെന്ന് ഞാൻ ബാക്കിൽ കിടന്ന് ഹോൺ അടിച്ചു. ഇവര് മാറ്റിയില്ല, ഇവര് എന്തോ എനിക്ക് വണ്ടി, എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യം. ഞാൻ നോക്കി വന്നപ്പോഴേ ഇവള് നോക്കിട്ട് അയ്യോ ഇത് അവരാന്ന്. ഞങ്ങള് വിശ്വസിക്കത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാട്ട് മെയ്ഡ് യു, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡ്രൈവിംഗിലേക്കുള്ള ഒരു പാഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് പോകാൻ കാരണം? ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ട്. ട്രാവൽ ചെയ്യാനുള്ള ഇഷ്ടം നിങ്ങൾക്ക് 3 പേർക്കും ട്രാവലിംഗ് ആണ് പാഷൻ. ശരി, അമ്മയുടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ, അമ്മ എങ്ങനെയാ അമ്മ ഇതെല്ലാം ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നേ? ആഗ്രഹം എനിക്കുണ്ടായിട്ടല്ല, എന്റെ ഹസ്ബൻഡിന്റെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂള് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങുമ്പോ അതിനു വേണ്ടി എനിക്ക് ലൈസൻസ് വേണമായിരുന്നു. ആ ഒരു കെയർ ഓഫിലാണ് 81 ഞാൻ ലൈസൻസ് എടുത്തിട്ടുള്ളത്. പക്ഷെ അന്നേരം ഒന്നും വണ്ടി അങ്ങനെ ഓടിച്ചിട്ടില്ല. പിന്നെ ഒരു 2013-14 ഒക്കെ ആയപ്പോഴാണ് കൂടുതലായിട്ട് വണ്ടി ഓടിച്ചത്. ഹസ്ബൻഡിന്റെ ആഗ്രഹമാണെങ്കിലും ഇപ്പം ഇതിനോടൊക്കെ കൂടുതൽ നിക്കുന്നത് അമ്മയല്ലേ? അതെ, ഇപ്പൊ ഇൻട്രസ്റ്റ് കൂടി വരുന്നില്ല. ഇപ്പൊ ഇൻട്രസ്റ്റ് കൂടി, ഇപ്പൊ മടിയൊന്നുമില്ല. ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് പോയി കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാത്തിനോടും ഒക്കെ കൊടുക്കാൻ തോന്നി അല്ലേ? അടിപൊളി അടിപൊളി. യെസ്, ആതിര പറയൂ. ആതിര എന്താണ് വാട്ട് മേഡ് യു ടു കം ടു ദിസ്? എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. ഒരുപാട് ഡ്രൈവ് ചെയ്യും, ഒരുപാട് ട്രാവൽ ചെയ്യും, ബൈക്ക് റൈഡ്സ്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസ്, പിന്നെ കുറച്ച് അഡ്രിനാലിൻ റഷ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് റോഡിംഗ് ആണെങ്കിലും റാലി സ്പീഡ് ഇഷ്ടമാണ്. നൈസ് നൈസ്. യെസ്, എനിക്കും ഇതുപോലെ തന്നെ വണ്ടികളോടുള്ള ഭ്രാന്ത്, അതേപോലെ യാത്രയോടുള്ള പ്രണയം, ഇത് രണ്ടുമാണ് ഈ ഫീൽഡിലേക്ക് എന്നെ കൊണ്ടുവന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക്, അതായത് ബൈക്ക് റൈഡിംഗ് ഫീൽഡിലേക്ക് വന്നതിനും പ്രധാന കാരണം ആതിരയാണ്. ഞങ്ങൾ അതെ അതെ നിങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഓ, ദാറ്റ്സ് നൈസ്. അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നമുക്ക് എല്ലാവരെയും കൂടെ കിട്ടിയപ്പോഴത്തേക്ക്. പ്രത്യേകിച്ച് മണിയമ്മയും ചേച്ചീനെ പുത്തേടത്ത് ട്രാവൽസിൽ നമ്മൾ കണ്ടിട്ടില്ല, തൊട്ടടുത്താണെങ്കിലും. പക്ഷെ ഇപ്പം കണ്ടു. അത് എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കും. കാരണം കൂടുതലും ഡ്രൈവിംഗ് മേഖലയിലേക്ക് വരുന്നവർ എല്ലാവർക്കും നമ്മളൊരു പ്രചോദനമായിട്ട് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു. ട്രൂ, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം ഈ എപ്പിസോഡ് ജോയിൻ ചെയ്യാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ആകെ കൂടെ കാണുന്നത് വെച്ചാൽ ഡ്രൈവിങ്, അതിലുള്ള ടെൻഷൻ കാര്യങ്ങൾ, അതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇവിടെ ഇനി നമ്മൾ അൺലിമിറ്റഡ് ഫണ്ണാണ്. ഈ ഫണ്ണിലേക്ക് പോകാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇതല്ലാതെ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ബൈ ദ ബൈ, ശ്വേത ചേച്ചി അറിഞ്ഞോ, നമ്മുടെ അമ്പിളിക്കുട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. അമ്പിളിക്കുട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. എന്തായിരിക്കും അവിടെ നടക്കാന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് ആ ലൊക്കേഷൻ വരെ ഒന്ന് പോയി നോക്കാം. പിന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അതല്ലേ? ഓക്കെ, റെഡി. ഹലോ, ഡയറക്ടർ സുദേവൻ സാർ. സാർ ഇന്നലെ ഷൂട്ട് തുടങ്ങി. ഒരു കുഞ്ഞു പടമാണ്, വേറെ കുഴപ്പമില്ല. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഷൂട്ട് കഴിഞ്ഞത്. ഒരുപാട് സീൻ എടുത്തില്ല, ഒറ്റ സീൻ ഉണ്ടായിരുന്നുള്ളൂ. അത് നായക 1500 ടേക്ക് എടുത്തു. ഒരു ഡയലോഗ് പറഞ്ഞു. കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. ഇന്ന് ലൊക്കേഷൻ ആതിരപ്പള്ളിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, മെയിനായിട്ടുള്ള ഇവിടെ വേണമെന്നില്ലായിരുന്നു. പക്ഷേ ഈ ആതിരപ്പള്ളി ഞാൻ കണ്ടിട്ടില്ല, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ തെപ്പിച്ചത്. പിന്നെ ആ ബാഹുബലിയിൽ ആന ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആനയും മെയിൻ അല്ല, ഇമ്പോർട്ടന്റ് അല്ല. എങ്കിൽ ഈ ആനപ്പുറത്ത് ഞാൻ കയറിയിട്ടില്ല, തൊടാനും തലവിടാനും എന്നൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഫിക്സ് ചെയ്തത്. ഹെലികോപ്റ്റർ ഷോട്ട് ഉണ്ട്, അതും അത്യാവശ്യമുള്ളതൊന്നും അല്ല. പക്ഷെ ഹെലികോപ്റ്റർ ഞാൻ കയറിയിട്ടില്ല അതിനകത്ത്. അതുകൊണ്ട് 9 ഗസ്റ്റുള്ളു. അത് ഞാൻ വേറെ ഒന്നുമില്ല സാർ, ഒന്നുമില്ല. ശരി സാർ, ശരി സാർ. അത് വേറെ ഒന്നുമില്ല, നായകനെ മാറ്റി. അപ്പൊ ഒരു പുതിയൊരു നായകനെ കാസ്റ്റ് ചെയ്യണം. നമ്മുടെ ഡയറക്ടർ അനൂജ് സാറില്ലേ, അമൃത TV-യില്, അത് അവിടെ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കണം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം സാർ. ഞാൻ സീൻ ഡിവൈഡ് ചെയ്തോണ്ടിരിക്കും, ഞാൻ വിളിക്കാം. അനുജിന്റെ ആരും വിളിക്കില്ല. ഷെബിനെ, ഇന്നലെ എടുത്ത സീൻ ഒന്ന് ഇടുവാടാ പ്ലേ. ഹലോ അനു സാറേ, ഞാനിവിടെ എത്തിയേ. ഷൂട്ടിങ് നടക്കുന്നിടത്ത് ഈ തലയിൽ മരം കുത്തിയ വെച്ചേക്കുന്ന ആള്, അയാളാണോ സംവിധായകൻ? ആണെന്ന് തോന്നുന്നു. ശരി സാറേ, ഞാൻ പോയി കണ്ടോളാം. എന്ത് ചെയ്യാന്ന് നോക്കിയാ, ഇന്നലെ ഷൂട്ട് ചെയ്ത സീനാണ്. TV-യിൽ വന്നോ? അതാണ് ഇപ്പൊ പടം ഇറങ്ങുന്നതിന് മുമ്പ് വാജ CD ഇറങ്ങും. ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ആരാണ്? ഞാൻ അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടൻ. ഈ ഡയറക്ടർ അനൂജ് സാർ പറഞ്ഞു. സാറ് പറഞ്ഞു വിട്ടത്. ഈ കോമഡി മാസ്റ്റേഴ്സിൽ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്? കോമഡി മാസ്റ്റേഴ്സിൽ ഞാൻ അവിടെ ഗ്രൂമറാണ്.
ഇത്രയും ബുദ്ധിയില്ലാത്ത നിങ്ങളാണോ ഗ്രൂമർ? അങ്ങനൊന്നും പറയണ്ട. എന്നെ കാട്ടി മണ്ടന്മാരായിട്ടുള്ള പലവന്മാരും പല ചാനലിലും ഗ്രൂമറായിട്ട് അതിനകത്ത് ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി വന്നതാണോ? സാറ് പറഞ്ഞിരുന്നു എന്തായാലും ചെറിയൊരു വേഷം തരാം, പക്ഷെ എനിക്ക് കാര്യം അറിയണം. നിങ്ങളുടെ പോർട്ട്ഫോളിയോ എനിക്കൊന്ന് കാണണം. പിന്നെന്ത്? അതല്ല, പോക്കറ്റ് ഇരിപ്പുണ്ടെന്ന് കാണിച്ചു തരാം. ഇതൊന്ന് അമ്പളിക്കുട്ടൻ 7 വയസ്സിൽ പോളിയോ എടുത്തിട്ടുണ്ട്. പോളിയോ സർട്ടിഫിക്കറ്റ്. പോളിയോ ഞാൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുതരാം. താങ്കൾ മോണിറ്ററും തട്ടിയിട്ട് പൊട്ടിക്കരുതേ. അതായത് താങ്കൾക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും കഴിവുണ്ടോ, എന്തെങ്കിലും ചെയ്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്നാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടില്ല. ഉണ്ട്. ഞാൻ പണ്ട് ഇതുപോലെ ഈ ക്ലാപ്പ് അടിക്കാൻ പോയിരുന്നു. അപ്പൊ എത്ര നാൾ വർക്ക് ചെയ്തോ? ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്തോളൂ. ഒരു ദിവസോ? എന്ത് പറ്റി? അത് ഈ ക്ലാപ്പ് അടിക്കേണ്ട സമയത്തല്ല അടിച്ചത്. ഏത് സമയത്താണ് അടിച്ചത്? നായകൻ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്തു. എന്നിട്ട് നായകന്റെ ചുണ്ട് അതിന്റെ ഇടയിൽ കയറി താറാവിന്റെ ചുണ്ടോലെ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ രീതിയിൽ ചെയ്യണം. അത് കോമഡി ചെയ്യുന്നത് നിങ്ങൾ അവിടെ കോമഡി മാസ്റ്റേഴ്സിൽ കോമഡി അല്ലേ? കോമഡി ഉണ്ട്. അപ്പൊ അവിടെയെങ്കിലും നമുക്ക് കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും? അയ്യോ, നല്ലൊരു പെങ്കൊച്ചുണ്ട്. ആണോ? ഇടിലോട്ട് കോമഡി എന്നൊരു പെങ്കൊച്ചു. ഓക്കെ, നമുക്ക് കോമ്പിനേഷനിൽ വെക്കാം. കോമ്പിനേഷൻ നല്ല കോമഡി അവള്. ഓക്കെ, പേരെന്താണ്? പേര് അഞ്ജന ആപ്ലിക്കേഷൻ കുട്ടൂസൻ. അഞ്ജന ആപ്ലിക്കേഷൻ കുട്ടൂസനാ? ആ കൊച്ചി സിനിമയിലുണ്ട് അഞ്ജന അപ്പുക്കുട്ട. എന്തൊക്കെയാണ് കഷ്ടം തന്നെ. അതല്ല, നമുക്ക് വേറൊരു, അതായത് ഒരു കുഞ്ഞു നായിക, ഇയാൾക്ക് പറ്റിയൊരു നായിക. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും നായികമാരുടെ പേര് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ, നമുക്ക് അതിനകത്ത്. എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് നാണമാണ്. അല്ലേ? ഞാനൊരു കാര്യം മനസ്സിലാക്കി. പെൺകുച്ചുങ്ങളെ പേര് ഇത് എടുത്തോട്ട് കൊച്ചിന്റെ തട്ടിപ്പറിച്ചോണ്ട് ഓടി. ഞാൻ ഇങ്ങനെ ആക്കെ ഇഷ്ടമാണെങ്കിൽ. ആ, അങ്ങനെ. ഓക്കെ, നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ശ്വേതാമേനോന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശ്വേതാമേനോന് ഇഷ്ടമാണോ? മഞ്ജു വാര്യർ, നയൻതാര, ഐശ്വര്യ റായ്. എന്നാ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാം. സണ്ണി ലിയോൺ. കളി പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോഴേ നമുക്ക് സംഭവം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സംഭവം ഇപ്പൊ ഈ ഒരു സീനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആ സീനിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ഇപ്പൊ നല്ല സിനിമകൾ നമ്മൾ വാച്ച് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മുടെ മെർലിൻ ബ്രാൻഡോ അഭിനയിച്ചിട്ടുള്ള ഗോഡ് ഫാദർ എന്നൊരു ഇംഗ്ലീഷ് പടമുണ്ട്. കണ്ടിട്ടുണ്ടോ? അടിപൊളി പടം. അതിന്റെ കഥ എങ്ങനെയുണ്ട്? കഥ എനിക്ക് അറിഞ്ഞൂടാ. അതെന്നറിയാൻ പറ്റാത്ത? അതെനിക്ക് ഭാഷ അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചാ കണ്ടത്. അത് നിങ്ങൾക്ക് സിനിമയെ കുറിച്ചൊരു അറിവില്ലാത്തതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന്റേതായുള്ള തലത്തിലാണ് എഴുതി വെക്കുന്നത്. മനസ്സിലായോ? അതിനൊക്കെ പാടുണ്ട്. സാറേ, ഞാനൊരു സിനിമ എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ അത് കഥ ഇടിച്ചു നിൽക്കുക. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സാറിനെ പോലെ ഉള്ളവരൊക്കെ സഹായിച്ചാൽ ചിലപ്പോ കഥ മുന്നോട്ട് പോകും. എന്റെ ഹെൽപ്പ് വേണ്ടി കുഴപ്പമില്ല. നിങ്ങൾ പറ, എന്താണെന്ന് കേൾക്കണം. എന്താണ് എന്റെ കണ്ടന്റ്? കഥ ഇടിച്ചു നിൽക്കുന്നത്. എവിടെയാണ് ഇടിച്ചിരിക്കുന്നത്? ഇതൊരു അച്ഛനും മോനുമായിട്ട് ഭയങ്കര സ്നേഹബന്ധത്തിലുള്ളൊരു കഥയാണ്. എപ്പോഴത്തെ ആ ഒരു ട്രെൻഡ്? അതെ. ഈ മകൻ ഭയങ്കര ശല്യമാണ്, കഞ്ചാവ് പോലെയും ഭയങ്കര പ്രശ്നമാണ്. അയ്യോ, കറക്റ്റ് സത്യറായി. അതെ. അങ്ങനെ ഒരു ദിവസം ഈ അച്ഛനും മോനുമായിട്ട് ചെറിയ പോട്ടി ഉണ്ടാവുന്നു. അച്ഛൻ ഒലക്കെടുത്ത് തലക്കടിക്കുന്നു, മോൻ അങ്ങ് മരിക്കുന്നു. ഈ അച്ഛൻ ഈ മോന്റെ ശവശരീരം കെട്ടിയിട്ട് ഒരു പാലത്തിന്റെ അടി കൊണ്ടിടുന്നു. അപ്പം ഈ ചെറുക്കനെ കാണാനില്ല. അങ്ങനെ നാട്ടുകാർ മൊത്തം അന്വേഷിക്കുന്നു, പോലീസുകാർ അറിയുന്നു, CBI കേസ് ഏറ്റെടുക്കുന്നു. പക്ഷെ ഡെഡ് ബോഡി എവിടെ നിന്ന് അറിയാൻ ഒക്കുന്നില്ല. ഇല്ല. കാര്യം ഡെഡ് ബോഡി അറിയാവുന്ന ഒരാൾ ഞാൻ, പിന്നെ കൊണ്ടിട്ട് അച്ഛൻ, പിന്നെ സാറ്. ഈ സാറ് ഞാൻ ഈ കഥ സാറിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് സാറ് തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ വേറെ ആളടുത്ത് പറയൂ. അതാ പറഞ്ഞു ഇടിച്ചിരിക്കുന്നത്. CBI അറിയുന്നില്ല. കഥ മുന്നോട്ട് പോകുന്നില്ല. ഇയാളെ കഥയും കൊണ്ട് പോയി. എനിക്ക് അവിടെ വേറെ ആവശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനേ ഇതിനകത്ത് ഒരു സീക്വൻസ് എന്ന് ഞാൻ താങ്കൾ അഭിനയിച്ച് കാണിക്കും. നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന സീനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വേഷം തരാം. ശരി. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ട്. അഖിൽ ഫ്രീ ആണ്? വെറുതെ ഫ്രീ ആണ്. ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാണാറുണ്ട്. ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു. വേറെ ഒന്നുമില്ല, സ്പോട്ട് ഓഡിഷൻ ആയതുകൊണ്ട് ഇതിന്റെ സീന് പിന്നീട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഈ സീൻ എന്ന് പറഞ്ഞാൽ അഖിലിപ്പോ നായകനായിട്ടൊന്ന് അഭിനയിക്കണം. നായകനായിട്ട് അഭിനയിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് ഇയാളുടെ വില്ലൻ വേഷം എങ്ങനെ ഇയാൾ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ വില്ലനായിട്ട് മാക്സിമം നിങ്ങളുടെ എക്സ്പ്രഷൻ എക്സിബിറ്റ് ചെയ്തോണം. മനസ്സിലായല്ലേ? ഓക്കെ ആണല്ലോ? അപ്പം ഇദ്ദേഹം ഒന്ന് ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ പെങ്ങളെയാണ് നിങ്ങൾ പീഡിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദേഷ്യത്തിന്റെ സങ്കടത്തിൽ അദ്ദേഹം ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം നിങ്ങൾ കാണിക്കണം. മനസ്സിലായല്ലോ? ഒരു നായകൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ വില്ലനാണ്, മെയിൻ വില്ലൻ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ഒന്ന് ഫോക്കസ് ചെയ്തോണേ പ്ലീസ്. അഖിലെ ഒന്ന് പൊലിപ്പിച്ചോണേ. ഓക്കെ. ആക്ഷൻ. എന്റെ പെങ്ങളെ നീ പീഡിപ്പിക്കും അല്ലടാ? പീഡിപ്പിക്കും, ഇനിയും പീഡിപ്പിക്കും. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കും. എന്റെ പെങ്ങളെ നീ പീഡിപ്പിക്കുമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നായകൻ ചെയ്യാം.
നായകൻ ചെയ്യാൻ ആ പുള്ളി നായകൻ ചെയ്യാൻ വേറെ ആളെ എനിക്ക് ഇടിയുള്ള അമ്മയെന്ന് ഞാൻ ചെയ്യാം. അത് തരാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി ക്യാഷ് എന്ന് പറഞ്ഞാലും തരാൻ പറ്റത്തില്ല. ഒരു 5 ലക്ഷം കൂടെ കൂടുതലായിരുന്നു. 15 ലക്ഷം 5 ലക്ഷം ഞാൻ തരും. കാശ് തരാന്ന് പറഞ്ഞോണ്ടല്ല തൽക്കാലത്തേക്ക് നായ വേഷം തരാം. നിങ്ങൾ എങ്ങനെ ചെയ്യോ നോക്കാമല്ലോ. തൽക്കാലത്തേക്ക് ഒന്ന് വില്ലനായിട്ട് നിൽക്കണം. നെഗറ്റീവ് ഇഷ്ടമാണ്. നെഗറ്റീവ് നെഗറ്റീവ് നോക്കണം. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്ത സിനിമയിൽ ഒരിക്കൽ കാണണം. അപ്പൊ എന്തായാലും ഓക്കെ നമുക്ക് അത് ചെയ്യാം. അപ്പൊ ഞാൻ നായകൻ. ആ ഞാൻ വില്ലനല്ലേ? വില്ലനാണ്. എന്റെ പെങ്ങളെ നീ പീഡിപ്പിച്ചു അല്ലടാ. ഏറ്റു. ഓക്കെ ആക്ഷൻ. എന്റെ പെങ്ങളെ നീ പീഡിപ്പിച്ചു അല്ലേടാ? നിന്റെ പെങ്ങളെ ഞാൻ ഇന്നും പീഡിപ്പിക്കും, നാളെയും പീഡിപ്പിക്കും, മറ്റന്നാളും പീഡിപ്പിക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പേടിക്കും. നീ എന്നെ എന്ത് ചെയ്യണം? കഴിഞ്ഞില്ല. എനിക്ക് ഇടിയുള്ള അമ്മയെ പൈസ തരണ ഇടി കൊള്ളണമല്ലോ. എന്റെ ഇനി ഇതിനകത്ത് വേറെ വേഷം ഏത് തരണം സുഹൃത്തെ? വേറെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണില്ലേ, പെൺകുട്ടിയുടെ വേഷം എങ്ങനെ തരും ഞാൻ? ഞാൻ ചെയ്യാം. ഇടിയുള്ള അമ്മയ്യ പെൺകുട്ടിയുടെ വേഷം തരാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ട്. ഒരു 5 ലക്ഷം കൂടെ കൂടുതൽ അന്ന് പറഞ്ഞോണ്ടല്ല. ഞാൻ പെണ്ണും. ശരി നായിക. അത് കുഴപ്പമില്ല. അത് നിങ്ങളുടെ പെങ്ങളായിട്ടാണ്. എന്റെ പെങ്ങൾ പീഡനം ഏറ്റുവാങ്ങി വരികയാണ്. നിങ്ങളുടെ സങ്കടം പറയാൻ വേണ്ടി വരികയാണ്. ആ സങ്കടം പറയുന്ന സീനെങ്കിൽ നന്നായിട്ട് ചെയ്യും. നന്നായിട്ട് ചെയ്യും. ഒരു പീഡനത്തിന് ഇരയായ കുട്ടിയാണ്. മനസ്സിലായല്ലോ? അത് മതി. പെൺവേഷം ഇടിയുള്ള അമ്മയ്യ. 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ആ ഞാൻ ചെയ്തോളാം. സ്വന്തം ആങ്ങളുടെ അടുത്ത് പറയാണ്. സങ്കടം കുറച്ചുകൂടെ ആവാം. ചേട്ടാ എന്റെ മോളെ എന്നെ അയാള് പീഡിപ്പിച്ചു. ചേട്ടാ എങ്ങനെ? എന്നെ അയാള് പീഡിപ്പിച്ചു. ഏവന്റെങ്കിലും കൂടെ നാടും തെറ്റി നടന്ന് നാട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കിയിട്ട് പീഡിപ്പിച്ചു. എവിടെ തൊട്ടാലും അടി. സീക്വൻസ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. വേണ്ട, വേറെ അടിയുള്ളാത്ത വേഷം എന്താ? അടിയുള്ളാത്ത ഇനി ആകെ 3 ക്യാരക്ടറാണ് എന്റെ മെയിൻ ക്യാരക്ടർ ഉള്ളത്. പിന്നെ ഇനിയുള്ളത് ഒരു വഴിപോക്കനാണ്. അത് മതി. വഴിപോക്കന്റെ ക്യാരക്ടർ അടിവാക്കൻ ആരും എടുത്തിട്ട് അടിക്കൂലല്ലേ? ഡയലോഗ് ഇല്ല. കുഴപ്പമില്ല. ശരി, അപ്പൊ നിങ്ങൾ വഴിപോക്കൻ എടുത്തേക്ക്. ഞാൻ ഒരു SI ക്യാരക്ടറാണ്. എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതായത് ഈ പീഡനം നടന്നല്ലോ, അന്വേഷിക്കാൻ വേണ്ടി വരുന്ന SI ആണ്. ഇവിടെ ഇത് ആരെങ്കിലും കണ്ട ദൃക്സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അന്വേഷണം വരുന്നു, ഡിസ്കഷൻ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല. സാക്ഷി പോലീസ് ആവുമ്പോൾ തൽക്കാലം ആക്ഷൻ. ഹലോ, ഈ നാട്ടില് ഒരു പീഡനം നടന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തായിരുന്നു. ഓക്കെ, ആരെങ്കിലും ദൃക്സാക്ഷികളുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഞാനാണ് സാർ ദൃക്സാക്ഷി. ഞാൻ കണ്ടു സാർ പീഡിപ്പിക്കുന്നത്. താങ്കൾ എന്താ കണ്ടത്? അവൻ ആ പെൺകുട്ടിയെ പിച്ചി തിന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ നോക്കിക്കൊണ്ട് തിന്നു സാർ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരുത്തൻ പിച്ചു ചെയ്യുന്നത് കണ്ടിട്ട് നീ ഒരു നാക്ക് കൊണ്ടൊരു വാക്ക് പോലും മിണ്ടാതെ നിന്ന് സാമൂഹ്യദ്രോഹി, പിടിച്ചു മാറ്റി. കുഴപ്പമില്ല കുഴപ്പമില്ല. കഞ്ചാവാണോ? ഓക്കെയാണ്. ഞാൻ വിളിച്ചോളാം. നമുക്ക് അടുത്ത പടത്തിൽ കാണണം. എന്നാലും എനിക്ക് ദേശീയ തീരുന്നത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഈ പട്ടി. താങ്ക് യു. മിണ്ടിയില്ല അവൻ. അടുത്ത സിനിമയിൽ നല്ല ക്യാരക്ടർ ഉണ്ട് കേട്ടാ. അടിപൊളി. കുറെ നാളുകൾ താങ്ക് യു സാർ. ക്യാരക്ടർ വിട്ടിട്ടില്ല അദ്ദേഹം. MDMA 10 ക്യാരക്ടർ വിട്ടില്ല. അതുപോലെയാണ് നമ്മൾ അഭിനയിക്കേണ്ടത്. മനസ്സിലായോ? അവൻ അടിച്ചല്ലേ. ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞ 15 ലക്ഷം രൂപയില്ലേ, അതിന്റെ 30,000 രൂപ ഞാൻ കുറയ്ക്കേ. ഇതിന് അവനൊരു ഫംഗ്ഷന് വിളിക്കണം എന്റെ നാട്ടില്. ഇരിക്കുന്ന കസേരയിലെ ബ്ലേഡ് കയറ്റി വെക്കും. എന്നിട്ട് അപ്പൊ അവന്റെ അതിവിടെ പറയല്ലേ. അമ്പളിക്കോട്ടെ, നിന്നെ എന്തിനാണ് അവിടെ വിളിച്ചു വരുത്തിയത്? എനിക്ക് അറിഞ്ഞോടെ. അനു സാറിനെ തന്നെ വിളിക്കാം. ഹലോ അനു സാറേ. ഹലോ, നമസ്കാരം. നമസ്കാരം. സാറേ, സാർ അവിടെ നിന്ന് ഒരു ആളെ ഇവിടെ വിട്ടില്ലേ, ഒരു അമ്പളിക്കുട്ടൻ. ആ, സാറിനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു സാറേ? ഒരു സിനിമ എടുത്തോണ്ടിരിക്കുകയാണ് എന്തുപറ്റി? സാറേ. ഭയങ്കര തലവേദനയാണ് സാർ. അല്ല, ആക്ച്വലി പുള്ളി ഇവിടെ ഒരു വലിയ തലവേദന ആയിരുന്നു. ഹലോ, ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഹലോ പറഞ്ഞു വിട്ടതാ. അല്ല സാർ. ഹലോ സാറും കട്ടി. ഇനി ഇവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത എന്തായാലും പറയണേ സാർ. പറഞ്ഞോ സാറേ. ഓക്കെ, ഇനി പാക്കപ്പ്. അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. ചേട്ടാ സംസാരിക്കേ. അവനോട് തന്നെ ചോദിക്കും എന്താ സംഭവം. ഞാൻ എന്നാ പറയാനായിട്ട്?
ചേട്ടാ പ്രശ്നം എന്തെങ്കിലും എന്താന്ന് പറ. അളിയനോട് പറ. ഞാൻ സമ്മതിക്കൂല, ഒരു കാര്യം ഞാൻ സമ്മതിക്കൂല. എന്തോന്ന് ഇത് പിള്ളേരെ പോലെ ഇതേ ലോറിയൊക്കെ ഓടിക്കണ ചേച്ചിമാരാണ് വന്നിരിക്കുന്നത്. നാണക്കേടാണ് നിങ്ങൾക്ക്. ചിരിക്കുന്ന എന്താ വിഷയം? ചേച്ചി വേറൊന്നുമല്ല, ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മതിക്കണില്ലെന്ന്. എനിക്ക് അത്ര ലോജിക്ക് തോന്നിയില്ല. ഇവൻ കള്ളത്തരം പറയണം. എന്റെ അളിയനാ കള്ളത്തരം പറയുള്ളൂ. അല്ല ഇത് ഈ ഒരു നിസ്സാര കാര്യത്തിന് നിങ്ങൾ ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതല്ല. ഞങ്ങൾ അങ്ങനെ ഒരു നിസ്സാര കാര്യത്തിന് വഴക്കിടുന്ന ഒരു സ്കിറ്റിനായിട്ടാണ് ഇവിടെ വന്നാക്കണത്. അത് പക്ഷെ ഒരു കാര്യമുണ്ട്, നിസ്സാര കാര്യം ആണെങ്കിലും കണ്ടന്റ് ഇല്ലെങ്കിൽ ബാറ്ററി ചാർജ് ആവില്ല, നമ്മൾ ചിരിച്ചില്ലെങ്കിൽ തീരെ ചാർജ് ആവില്ല. അല്ല, ഞങ്ങള് സീരിയസ് ആയിട്ട് ചെയ്യാനാ വന്നത്. അപ്പൊ ഇനി അത് നിങ്ങൾ സീരിയസ് ആക്കരുത് അവസാനം. ഞങ്ങൾ സീരിയസ് ആക്കില്ല, ഞങ്ങൾ തമാശയാക്കാം. ഓക്കെ, പോരെ? പിന്നെ മതി. അപ്പൊ കിഡിലൻ സ്കിറ്റുമായിട്ട് ആരാ വൈജിക്കുട്ടൻ ചേട്ടനും പ്രവീൺ ചേട്ടനും ഓൾ ദി ബെസ്റ്റ്. അല്ല ശ്രീവിദ്യ ചേച്ചി ബാറ്ററി ചാർജ് ആണോ? ബാറ്ററി ചാർജ് ആക്കോ? വരട്ടെ. വന്നോട്ടെ. വരൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു. അളിയൻ ആ മാളത്തിനുള്ളിൽ നിന്ന് പുറത്തു വരുമല്ല, അപ്പൊ നമുക്ക് മുഖാമുഖം നോക്കി സംസാരിക്കാം. അതുവരെ ഈ പ്രഭ ഇവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളെല്ലാവരും കല്യാണത്തിന് വന്നവരല്ലേ? നിങ്ങളെല്ലാവരും സദ്യ കഴിച്ചില്ലേ? നിങ്ങൾക്ക് പായസത്തിന്റെ കൂടെ നല്ല പഴം വിളമ്പിയില്ലേ? ഈ വീട്ടിലെ മൂത്ത മരുമകനായ എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ വേണ്ടി എന്റെ അളിയൻ ഇരിക്കുന്നത് പഴം ഏതാണെന്ന് അറിയാമോ? നിങ്ങൾ കാണു. ഒരു നരച്ച വിക്കും ഒരു വടി ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലെ നാണിത്തളുടെ ഫിഗർ ചെയ്യും. അളിയൻ ഇവിടെ കിടന്നേക്കാണ്. അളിയൻ അപ്പുറത്തെ ആൾക്കാരെ അന്വേഷിക്കണം. അളിയ, ഇത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ? അതെ, ഈ പറയേണ്ട ഡയലോഗാണ്. ചാടി കയറി വന്ന് മുട്ടക്കാട്ട ഡയലോഗ് പറഞ്ഞ് നീ അങ്ങനെ ലീഡ് ചെയ്യണ്ട. കേറി പിടിക്കും. എന്റെ അളിയ, എത്ര പ്രാവശ്യം ഞാൻ അളിയനെ വിളിച്ച, അളിയൻ ഒന്ന് വീട്ടിലേക്ക് വാ അളിയാ. അളിയ, ഇവിടെ അല്ല, ആണുങ്ങളാണെങ്കിൽ ഇവിടെ നോക്കി സംസാരിക്കും. അവിടെ നോക്കി സംസാരിച്ച അതിന്റെ അകത്തൊന്നും ഇല്ലല്ലോ. ഇതാകുമ്പോ ഉച്ചയ്ക്ക് കഴിച്ച സദ്യയെങ്കിലും ഉണ്ടാവും. അളിയ, അളിയൻ ആവർത്താനും പറയാ. എന്ത് ഇത് കണ്ട അളിയ? എന്ത് ഇതെന്താണ്? അയ്യേ, കണ്ട, അളിയൻ തന്ന പഴത്തിന് അളിയൻ തന്റെ അയ്യ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തുമാത്രം ഫീലിംഗ് ഉണ്ടാവും. അളിയ, അളിയൻ എന്തിനാണ് ആൾക്കാർക്ക് പഴം കൊടുത്തത്? കഴിക്കാൻ വേണ്ടിട്ട്. എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തപ്പോ എനിക്ക് നാക്കുടിക്കാനാണ് തന്നത്. അളിയൻ ഇഷ്ടപ്പെട്ടില്ല, ഇത് ആർക്കും കൊടുത്താ പോരായിരുന്നാ? ആണാ? എന്നൊരു കാര്യം ചെയ്ത അളിയന്റെ അച്ഛനും കൊണ്ട് എന്ത് കാര്യത്തിന്? പുള്ളിക്കാരൻ അവിടെ ഫ്രീ ആയിട്ടിരിക്കല്ലേ, തയ്യാറ ഒരു റിബണും കെട്ടി ഇതിങ്ങനെ വെച്ചിട്ട് രവീന്ദ്രന്റെ ഫിഗർ ചെയ്യാൻ പറ. അങ്ങോട്ടേക്ക് വാ, അവിടെ തത്ത പിണങ്ങിയിരിക്കുക. അതിനെ കൂട്ടിലിട്ട് വളർത്തിയാ പോരാ, പഴവും പാലും കൊടുക്കണം. ആ തത്തയല്ലെന്ന്, അളിയന്റെ ഭാര്യ തത്ത. എന്റെ ഭാര്യയുടെ പേര് തത്തേന്നല്ലേ, മഞ്ജു എന്നല്ലേ? അവളെ വീട്ടിൽ വിളിക്കുന്ന ചെല്ലപ്പേരല്ലേ തത്തേന്ന്? അങ്ങനെയൊക്കെ ഉണ്ടാ? പിന്നെ അപ്പൊ അവളുടെ അനിയത്തിന്റെ പേരെന്താണ്? മൈന. അപ്പൊ അളിയന്റെ ചെല്ലപ്പേര് ഗരുഡൻ എന്നാണ്. എന്റെ ദൈവമേ, പെണ്ണുവീട് എവിടെയാണെന്ന് ചോദിച്ചാ ഈ മ്യൂസിയം കാണിച്ചു കൊടുക്കേണ്ട ഗതിയാടായല്ലേ. എന്റെ അളിയ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കരുത്, നാട്ടുകാർ കേൾക്കും. നാട്ടുകാർ അവിടെ ഇരിക്കട്ടെ. ഇന്നലെ രാത്രി എന്റെ കൂടെ കുടിക്കാനായിട്ട് അളിയന്റെ 3 കൂട്ടുകാരുണ്ടായിരുന്നില്ല. അവരെ വിളിക്ക്. അവരെ വിളിക്ക്. എന്ത് കാര്യത്തിലാണ്? അവരും എന്നെ ഇൻസൾട്ട് ചെയ്തില്ല. പിന്നെ അന്നേരത്തെ ഞാൻ അവർ അവിടെ ഇട്ട് വെട്ടേണ്ടതാണ്. പക്ഷെ ഈ കല്യാണം മുടങ്ങൂല എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇന്ന് ഈ പ്രബല സ്വഭാവം അളിയാ, അളിയന് പേടിയാണെങ്കിൽ അളിയൻ കണ്ണുകൊത്തിയുണ്ടോ? വെട്ടും കുത്തും കൊലയൊന്നും ഈ പ്രഭയ്ക്ക് മുത്തരിയല്ല. കല്യാണം നടന്ന വീടാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആണുങ്ങൾക്കുള്ളതാണ് അളിയ, ആണുങ്ങൾക്ക്. അവന്റെ പേര് പറ. അവരെ ഞാൻ ഇവിടെ ഇട്ട് പേര് വിളിച്ചു വെട്ടും. എവിടെ അപ്പൊ കൂട്ടായിട്ട് വെളുത്തുന്നവന്റെ പേര് പറഞ്ഞേ? ഷിബു. ഷിബു, അടുത്തിട്ട് ആ ചുരുളം പിടിക്കാരുടെ പേര് പറ. സുരേഷ്. സുരേഷാ? എടാ സുരേഷ് എവിടെ? സുരേഷ് കൂട്ടിയിട്ട് അടുത്ത ആളുടെ പേര് പറ. ഫെഡറിക്. എടാ ആരുടെ പെട്ടിലേക്ക്? ഫെഡറിക്. ഫെഡറിക് പേര് പറഞ്ഞ് വെട്ടളിയാ. നിന്നെ മാത്രം ഞാൻ വെറുതെ വിടുന്നു. ഈ കൂട്ടത്തിൽ നീ ഒരുത്ത മാത്രമുള്ള ഇത്തിരി മനസ്സാക്ഷി കുത്തുള്ളവൻ. അവന്റെ പേര് പറഞ്ഞ്? ഫെഡറിക്. ആ പേരുള്ളവനെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. എന്തൊക്കെ കാട്ടായാളിയായി കാട്ടിക്കൂട്ടുമ്പോ. അതല്ല, അത് കൊള്ളാം. എന്റെ ദേഷ്യം ഒരു മോണാക്കിലൂടെ ഇവിടെ തീർത്തപ്പോ അളിയാൻ പറയുന്നു ഞാൻ എന്ത് കോക്കാൻ ബീച്ചാ ചെയ്യണേ. ഞാൻ കോക്കാൻ ബീച്ച് ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കൂലളിയാ. അയ്യോ, അങ്ങനെ പോലല്ലേ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഇത് തമാശയാണ്. പ്രിയമുള്ളവരെ, ശുദ്ധഹാസ്യം ഭരിച്ചിട്ടില്ല, ശുദ്ധഹാസ്യം ഭരിച്ചിട്ടില്ല. ഒരളിയൻ 3 പേരെ വെട്ടി പ്രശ്നടിച്ച് നിൽക്കുമ്പോ അളിയന്റെ കോക്കാൻ ബീച്ച് കോമഡി കൈയടിക്ക്, പ്രോത്സാഹിക്ക്, ചാർജ് കേറട്ടെ.
ഇളയ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇപ്പഴായിരിക്കും ഒരു സമാധാനം കിട്ടിയത് അതെയല്ലേ അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞ അപ്പൊ ഇനി എന്റെ ഫണ്ട് എപ്പ തരും? എന്റെ ഫണ്ട് എപ്പ തരും? പറച്ചിൽ കേട്ടാത്തൊന്നും ശ്രീധരത്തുകയുടെ ബാക്കി കൊടുക്കാനുണ്ടെന്ന്. ബീവറേജിൽ പോയ ഓട്ടോ കാശ് 70 രൂപ, അതാണ് ഇങ്ങേരുടെ ഫണ്ട്. അപ്പൊ എന്റെ 75 രൂപക്ക് വിലയില്ല അല്ലേ? അളിയനും അമ്മാവനും കൂടി അല്ലേ ബീവറേജിൽ പോയത്? അമ്മാവനോട് ചോദിക്കുന്നത്. എന്നാ അമ്മാവൻ പറഞ്ഞേ, അമ്മാവനെ വിളിക്ക്. എന്റെ അളിയ അമ്മാവൻ പഴയ പോലല്ല, പ്രായമൊക്കെ ആയി. അമ്മാവൻ ഇപ്പൊ 2 സ്റ്റെപ്പ് നടന്നാൽ തന്നെ കിതപ്പെന്ന് പറഞ്ഞ കിതപ്പോട് കിതപ്പ്. അതുകൊണ്ട് അമ്മാവൻ ഇപ്പൊ 2ാമത് കല്യാണം കഴിച്ചു. ഇത് ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിക്കാൻ ഇങ്ങനെ എന്തിന്റെ കിതപ്പാ? പണ്ടത്തെ പോലല്ലേ, ഇത് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുക്കാനായിട്ടൊരു പെണ്ണിനെ വേണ്ടേ? കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കാൻ 6000 രൂപ ഹീറ്റർ മേടിച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നത്തിന് 60,000 രൂപ ലോൺ എടുത്ത് കല്യാണം കഴിച്ചേക്കോ തൈക്കളവൻ. അമ്മാവനെ വിളിക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലാം. എന്റെ അളിയ അമ്മാവൻ ഇടില്ല. അമ്മാവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈജിപ്തിൽ പോയി മമ്മിയെ കാണണമെന്നായിരുന്നു. അതിനു വേണ്ടിയിട്ട് അമ്മായിയും കൂട്ടി അങ്ങോട്ട് പോയേക്കുമല്ലേ. തൊട്ടടുത്ത് കുമ്പളത്തുള്ള പെറ്റ തള്ളനെ തിരിഞ്ഞു നോക്കാത്ത ചെറ്റ ആരാന്റെ അമ്മനെ കാണാൻ ഈജിപ്തിൽ പോയാക്കണം. അത് എതിർപ്പും വെച്ചും കൊണ്ട് ഇത് ഞാൻ അനുവദിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല, ഇത് ഞാൻ ഇവിടെ അളിയ ഒരെണ്ണം വന്ന് അടിക്കേ. അളിയൻ വിളിക്കുമ്പോ തന്നെ ഓടി വന്ന് കഴിക്കാൻ ഞാൻ അളിയന്റെ പട്ടിയല്ല. ഇങ്ങനെ ഇനി എന്ത് പറഞ്ഞ് ഞാൻ വിളിക്കും? മ്യൂസിക് ഡയറക്ടർ എന്റെ പട്ടിയല്ലെന്ന് പറഞ്ഞിട്ട്. പട്ടിയല്ലെന്നല്ലേ പറഞ്ഞു? ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അളിയ ഒന്ന് വീട്ടിലേക്ക് വരുവോ അളിയ? ഞാൻ അളിയന്റെ കാല് പിടിക്കാം, കാര്യം നടക്കാൻ വേണ്ടിട്ടാ. അപ്പൊ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. ഞാനപ്പൊ കഴുത. അളിയൊന്ന് നോർമൽ ആയിക്കേ. ഓഹോ, അപ്പൊ ഞാൻ നോർമൽ അല്ല. അളിയന്റെ കണ്ണിൽ ഞാനൊരു ഭ്രാന്തൻ. ഞാൻ ഇനി ഒന്നും പറയണില്ല. പറഞ്ഞത് കേട്ടില്ലേ? അളിയൻ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു കിഴങ്ങ്. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, തർക്കുത്തരേ പറയുള്ളൂ. ഇനി സുഖിപ്പിച്ചിട്ടൊന്ന് വിളിച്ചു നോക്കിയാലാ? അളിയോ അബ്ലോ, ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആരെന്നറിയാവാ? എന്റെ അളിയനെ. എന്നെ? എനിക്ക് കിട്ടിയ പുണ്യം എന്താന്ന് പറഞ്ഞറിയാവോ? എന്റെ അളിയനാ. ഞാൻ ദൈവത്തെ പോലെ അളിയനെ കാണുന്നത് അറിയാവോ? അളിയ ഇത്ര സ്നേഹം എന്നോട് അളിയനുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാക്ക് നേരത്തെ പറയണ്ടേ? ഇല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ഇത്ര കോക്കാൻ പീച്ച് കളിക്കുമായിരുന്നു. പിന്നെ എന്തായാലും എനിക്ക് സന്തോഷമായി അളിയ. ഈ കുടുംബത്ത് ഇന്നത്തെ ദിവസം ഞാൻ എനിക്കൊരു വിലയില്ല അളിയ. അത് പിന്നെ അങ്ങനെയല്ലേ അളിയ, ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടാവും. അതെ. അപ്പൊ ഈ പ്രഭ വെറും പട്ടി അല്ലേ? അപ്പൊ നിന്റെ എന്റെ ദൈവമേ, അടുത്ത എപ്പിസോഡിലുള്ള കണ്ടന്റ് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തല്ല, ഇനി ഇങ്ങനെ ഇതേ പിടിച്ചു കയറും. ഗംഭീര സ്കിറ്റ് ആയിരുന്നു ആസ് ഓൾവേസ്. നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചിരിച്ചു. പക്ഷെ നമുക്ക് ഇവിടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിലും അവർ പറയുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് വിശ്വാസം വരും അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞേ? ശരി, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. യെസ് ആതിര, എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു കോമഡി സ്കിറ്റ് ലൈവ് ആയിട്ട് കാണുന്നത്, എക്സ്പീരിയൻസ് ചെയ്യുന്നത്. രണ്ടുപേരും ഗംഭീരമായിട്ട് അഭിനയിച്ചു, വളരെ നന്നായിട്ടുണ്ടായി. ചേച്ചി ആംബുലൻസ് ഓടിക്കുന്ന പോലെയായിരുന്നോ ഇവരുടെ സ്കിറ്റ്? ഭയങ്കര സ്പീഡിലായിരുന്നോ? അതിലും സ്പീഡില്ല. ഇഷ്ടമായോ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ആണ്, ഒരുപാട് ചിരിക്കാനൊക്കെ പറ്റി. ഓൾറൈറ്റ്, ഓക്കെ. ശ്വേത ചേച്ചിയായിട്ട് ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവരുടെ പെർഫോമൻസിന് നമുക്ക് ഒരു ഡൗട്ട് ഒന്നുമില്ല. രണ്ടുപേരും നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. ബിജുവിന്റെ ഒരു എന്താ പറയാ എനർജി വേറെ ലെവലാണ്. ആൻഡ് എനിക്ക് എന്താ പറയാ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പെർഫോം ചെയ്യായിരുന്നു. പക്ഷെ നിസ്സാര കാര്യമൊന്നും അല്ലാണ്ടായിരുന്നു. ഇത് വലിയ വലിയ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്. നന്നായിരുന്നു. കുറെ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. എന്താ അറിയോ, ഈ ബൈചാന്റെ കളി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു ഒഴുക്കാണ്. ഈ മറ്റേ ഇല്ലാത്ത ആളിനെ വെട്ടിക്കൊല്ലുന്ന പരിപാടി, കുറെ അടിപൊളി സാധനങ്ങളുണ്ട്. നമ്മൾ ഈ ചില സ്കിറ്റ് പറയുമ്പം ചിരിക്കില്ല, കളിച്ചെടുക്കുമെന്ന് പറയും. അതുപോലൊരു സ്കിറ്റായിരുന്നു. ഗംഭീരമായിരുന്നു, കുറെ ചിരിക്കും. ശരി, അപ്പൊ അളിയന്മാർ ഈ സ്കിറ്റ് എത്രത്തോളം രക്ഷിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കാം. ബാ. 28,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്.
എന്നാ കിട്ടിയാലും ഹാപ്പിയാ അല്ലേ? അത്രേ ഉള്ളൂ. ചേട്ടൻ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓൾ റൈറ്റ്. അപ്പൊ ശരി ചേച്ചി, 28,000 rupees ആണ് ഇവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്ലീസ് ഡു ദാറ്റ്. അതാ തരുന്നു. അടിപൊളി. എന്തായാലും മനോഹരമായ ഒരു സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവർക്കുള്ള എമൗണ്ടും ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത തവണ ശക്തമായിട്ട് തിരിച്ചു വരാം, ഞങ്ങളെ ചിരിപ്പിക്കും. അടിപൊളി കണ്ടാ. എന്നെ കയറി പിടിച്ചതല്ല, വണ്ടി പിടിച്ചിരുന്നോ? എന്താ ദൈവമേ, 2025 നമ്മള് എത്തി. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിലെത്തി. ഇറക്കി എന്താണ് സംഭവം? ഓട്ടോറിക്ഷ? ഇത് ഓട്ടോറിക്ഷ ഒന്നുമല്ല. എന്ത് സംഭവം തോന്നുന്നു? ഇതാണ് ടൈം മെഷീൻ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എത്ര കാലഘട്ടം വേണമെങ്കിലും പുറകോട്ടും പോവാം, എത്ര കാലഘട്ടം വേണമെങ്കിലും മുന്നോട്ടും പോവാം. ഞാൻ 2000 പറഞ്ഞാണ് ഈ ചേട്ടനോട് 2025 എത്തിക്കണത്. ഈ 2000 നിന്ന് നിന്നെ നിങ്ങൾ ഈ മിഷനിൽ കയറി 2025 എത്തിയോ? അത് ഗംഭീര പരിപാടിയല്ല. അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഈ സ്കിറ്റ് കളിച്ചതിന് ശേഷം എത്ര മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഇതിൽ കയറി എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. അത് ഞങ്ങളുടെ സ്കിറ്റ് കണ്ടിട്ട് നിങ്ങൾ സർപ്രൈസ് ചെയ്ത് തന്നാ മതി. ആണോ? പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറയട്ടെ. ഓക്കെ, അപ്പൊ ബാറ്ററി ചാർജ് ആയിരുന്നു നോക്കിയേ. ബാറ്ററി ചാർജ് ആയിക്കോളൂ. ബാറ്ററി ചാർജ് ആണ്. അപ്പൊ മൊത്തം ബാറ്ററി മയമാണ്. ബാറ്ററി പിന്നെ ടൈം മെഷീൻ ചാർജ് ഇല്ലേ? ആണ്. അപ്പൊ ചിരിക്കാൻ ഞങ്ങൾ ചാർജ് ആണ്. ഓക്കെ, നിങ്ങൾ ചിരിപ്പിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ടൈം മെഷീൻ കണ്ടുപിടിച്ചേ. ഇനി കേട്ടിട്ട് എങ്ങോട്ട് പോകും? ഒരു കാര്യം ചെയ്യാം, കുറെ കാലഘട്ടം പുറമോട്ട് പോവാം. പുറമോട്ട് പോയിട്ട് എന്റെ പെണ്ണും പിള്ളേരെ എന്റെ മണ്ട കെട്ടിച്ചൊരു ബ്രോക്കർ ഉണ്ട്, അവന്റെ ചെറുക്കണ്ണം പിളക്ക 2 കൊടുത്താലോ? എന്തിന്? ഞാൻ കാണിച്ച മണ്ടത്തരത്തിന് എന്തിനാ വല്ലവന്റെ ഭർത്തി? ഈ മിഷൻ വെച്ചിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തും. ഇത് ഞാനിന്ന് പൊളിക്കും. പൊളിഞ്ഞു. എന്റെ വരവ് കണ്ടപ്പോൾ എനിക്കറിയാത് പൊളിയുമെന്ന്. എടീ, ഞാൻ ടൈം മിഷൻ കണ്ടുപിടിച്ചു. ആണോ? അങ്ങനെയാണെങ്കിലേ ഈ അടിപ്പാവിടെ ഒന്ന് കീറിയിട്ടിട്ടും തയ്ച്ചെന്നേ. ഞാൻ തയ്യൽ മിഷൻ അല്ല കണ്ടുപിടിച്ചു, ടൈം മിഷൻ. ഒരു ടൈമിംഗ് ഇല്ലാത്ത നിങ്ങൾ ആ ടൈം മിഷൻ കണ്ടുപിടിക്കും. അങ്ങനെ പറയരുത് കേട്ടാ. ഈ ടൈം മിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ? ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, വലുതേപ്പില്ല. ഇതൊന്നും നിങ്ങൾക്ക് ആദ്യമില്ലായിരുന്നല്ലോ. ഈ മക്കളെ, അതല്ലെന്ന്. ഈ ടൈം മിഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുറമോട്ട് പോവാടി. പിറകോട്ട് പോകുന്നതിന് ഇതിൽ കയറി ഇരിക്കുന്നത് നിങ്ങൾക്ക് തിരിഞ്ഞങ്ങ് നടന്നേച്ചാ പോരെ. അതല്ലെന്ന് പറഞ്ഞത്. ഈ ടൈം മിഷനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ 2025 മാസങ്ങൾ പുറകോട്ട് പോവാം, പിന്നെ അത് വർഷങ്ങൾ പുറകോട്ട് പോകും. അങ്ങനെ പോയി പോയി നൂറ്റാണ്ടുകൾ, യുഗങ്ങൾ, അങ്ങനെ ഒരുപാട് കാലഘട്ടം പുറകോട്ട് പോടി. അപ്പൊ ഇതിൽ കയറി നിങ്ങൾ ഏത് കാലഘട്ടത്തോട്ടാ പോകാൻ പോകണം? ഞാൻ രമണനും ചന്ദ്രികയുടെയും കാലഘട്ടത്തിൽ പോകും. ബെസ്റ്റ്. എന്നിട്ട് രമണനോട് പറയും, എടാ രമണ, നിന്നെ എന്തായാലും ഈ ചന്ദ്രിക തേക്കും, അപ്പൊ നീ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയും. എന്തിനാണ് അവിടെ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? ആ പാവം പിടിച്ച ചന്ദ്രിക നിങ്ങളോട് എന്ത് ചെയ്ത്? ചന്ദ്രിക എന്ത് ചെയ്യുന്നു? എടി, അവളാണ് കേരളത്തിലെ ആദ്യത്തെ അശ്വതി അച്ചു. അവള് വന്ന കേരളത്തിൽ മൊത്തം അശ്വതി അച്ചുക്കളല്ലായിരുന്നോടി. എടി, അതുകൊണ്ടാ. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് ഈ അശ്വതി അച്ചുവിന്റെ പ്ലാനും പദ്ധതി മുളയിലാകും നുള്ളും. എന്നിട്ട് കുറച്ച് ചെറുപ്പക്കാർ രക്ഷപ്പെടുത്തും. എന്നിട്ട് തേപ്പിട്ട് ചെറുപ്പക്കാർക്ക് ഞാൻ ഈ മിഷൻ ഡെഡിക്കേറ്റ് ചെയ്യും. ഇത് വെറും ഭ്രാന്തല്ല, നട്ടപ്പിരാന്ത്. അപ്പൊ നിനക്ക് എന്നെ വിശ്വാസമില്ല? അതാദ്യം ഇല്ലല്ലോ. എടി പൊന്നു മോളെ, ഇതിനകത്തോടെ കയറി നമുക്ക് കുറച്ച് കാലഘട്ടം പിറമോട്ട് പോടി. അങ്ങോട്ട് കയറി മനുഷ്യനാണ്. ഇതിനകത്ത് ഈ സ്വിച്ച് കറക്റ്റായിട്ടിരുന്നു. അയ്യോ, ചേട്ടൻ പറഞ്ഞ പിന്നെ ആദ്യം വിശ്വസിച്ചില്ല കേട്ടോ. എന്ത്? ഇപ്പൊ ഞാൻ കണ്ടേ, എന്റെ മണിയമ്മാമ ജനിച്ച ദിവസം ആ സ്ഥലത്തെത്തി ഞാൻ. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതുകൊണ്ട് മണിയമ്മാമ ഉടുതൊടി പോയില്ലാണ്ട് ഇരിക്കുന്നേ. അതിന് ഞാൻ ഈ നിമിഷം വരെ ഈ മിഷൻ ഓണാക്കില്ലല്ലേ. അത് മണിയമ്മാമ ജനിച്ച വർഷമല്ല, നിന്റെ മണിയമ്മാമ ആടിച്ച് തെറ്റായിട്ട് തുണിയില്ല. അവിടുന്ന് നീ പിടിച്ചിരുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. 3, 2, 1 മനുഷ്യ 1, 2, 3 അങ്ങനെ പറ. ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാര് തലതിരിച്ചാണ് നിന്നത്. ഓ, തലതിരിഞ്ഞവർ അങ്ങനെ തന്നെ. നീ പിടിച്ചിരുന്നു. 3, 2, 1 എന്തടി? ആദ്യം നമ്മൾ പോകുന്ന വഴിക്കോ മൂട് മാറ്റല്ലേ. ലിപ്സ്റ്റിക് ഉള്ള എടി, മാസ്ക് ഇട്ടേ നീ കാണത്തില്ല. എടി, നമ്മൾ 2021 കൊറോണ കാലഘട്ടത്തിലോട്ട് പോയി മാസ്ക് എടിയേ. കൊറോണ കാലഘട്ടം കഴിഞ്ഞ് സത്യം പറഞ്ഞ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചല്ലേ. അതിൽ കൂടുതൽ നിങ്ങളെ മണ്ടത്തരങ്ങളും. ഞാനെന്താ മണ്ടത്തരം കാണിച്ചു? ലോക്ക്ഡൌൺ സമയത്ത് എല്ലാരും നിന്നെടുത്ത് തന്നെ തുടരുന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ ചെയ്ത്? ബാത്റൂമിൽ ഇരുന്ന നിങ്ങള് 3 ദിവസമാണ് നിപ്പ് നിന്നപ്പോഴല്ലേ ഈ മെസ്സേജ് വന്നത്. ആ, മെസ്സേജ് വന്നോണ്ട് മാത്രമൊന്നുമല്ല, നിങ്ങൾ അല്ലെങ്കിൽ ഫുൾ ടൈം ബാത്റൂമിലാ. അല്ലെങ്കിൽ ഈ ബാത്റൂമിൽ ആരിയ്ക്കുന്നു? നീ നിന്റെ കുടുംബക്കാരും ബാത്റൂമിൽ നിന്നായിരിക്കും.
പക്ഷെ ഞങ്ങളൊക്കെ ഇരുന്ന അടുത്ത കാലഘട്ടത്തിലോട്ട് പോവേണേ. എന്താ മനുഷ്യ 500 നോട്ട് വലിച്ചെറിയല്ലേ? എടീ 2016 500 നോട്ടുകൾ മൊത്തം നിരോധിച്ചില്ലേ? പോരായിട്ട് നമ്മൾ പഴയ കാലഘട്ടത്തിലല്ലേ പോകുന്നത്. അപ്പൊ നമുക്ക് പഴയ 500 നോട്ടല്ലേ വേണ്ടത്. അത് നിങ്ങളുടെ കയ്യിൽ പഴയ 500 നോട്ട് ഉണ്ടോ? അയ്യോ ഇല്ലടി. ഓ പിന്നെ നമ്മൾ 2025 തിരിച്ചു പോകുമ്പോ എന്തോണ്ട് ജീവിക്കും? ഒരു മണ്ടത്തരം പറ്റിയടേ. ഒന്നോ വിട് വണ്ടി വിട്. നീ മുറുക്കി പിടിച്ചിരുന്നോ? ഞാൻ 100 110 ഇപ്പൊ ഞാൻ പോകും. രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടടി. എന്തോ സ്പീഡ് അത്. എടീ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പോയ കാലഘട്ടം എന്നറിയോ? 2K അവിടെ കഞ്ചാവ് MDMA സിറിഞ്ച് എന്റെ പൊന്നു അതെല്ലാം കൂടെ കണ്ട് നമുക്ക് ഭ്രാന്തായി പോകും. സത്യം പറഞ്ഞ ഈ 90s എത്തിയപ്പോഴാണ് ഒരു സമാധാനമായത്. 90s തണ്ടവായ്പ്. ആ കാലഘട്ടത്തിലെ ഭയങ്കര ഉപദേശം ഉള്ളത്. ഉപദേശം മാത്രമൊന്നല്ല, 90s ഏറ്റവും കൂടുതൽ നിരാശ കാമുകന്മാരുള്ളത്. ചേട്ടാ നമ്മളിപ്പോ വന്നിട്ടേ 1-2 കാലഘട്ടം കഴിഞ്ഞില്ലേ? ഈ 1-2 കാലഘട്ടത്തിലും ഒരേ ഒരാൾ മാത്രം പല പല വീടുകൾ കയറി പെണ്ണ് കണ്ട് ഇറങ്ങുന്നുണ്ട്. അതാരാ നോക്കിയൊന്ന്? ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ലയോ? എടി അതാണ് നമ്മളെ കുട്ടിയെ. 3 കാലഘട്ടത്തിലല്ലേ നീ ഇവനെ കണ്ടോളൂ. നമ്മള് പുറമോട്ട് പോയല്ലയോ, ഇവനെ കണ്ടു കേട്ടപ്പോഴും മടുക്കും. അവരിപ്പോഴും കുട്ടിയാക്കിലാണോ? പേരിൽ മാത്രം. അങ്കമാടി കണ്ടടി. അയ്യോ 90s അങ്കണവാടി. അയ്യോ ചേട്ടാ എല്ലാ കുട്ടികളൊന്നും സംസാരിച്ചിരിക്കുന്നല്ലേ? അതെന്താ ചേട്ടാ ഒരു കുട്ടി മാത്രം മാറി നിന്നിട്ട് ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നേ? അതാരാന്ന് നിനക്ക് മനസ്സിലായോ? അതാണ് കോമഡി മാസ്റ്റേഴ്സിലെ ഗസ്റ്റ് സീറ്റിലിരിക്കുന്ന ശ്രീവിദ്യ. അപ്പൊ ഈ പെങ്കൊച്ചി ഈ പ്രായം മുതലേ ഒരു കിളി പോയി ആയിട്ടാണല്ലേ? ഒരു കിളി അല്ലടി, ഒരു കൂട് കിളി മുട്ടയടക്കം പറഞ്ഞോ. മോനെ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു? ചേട്ടാ എന്തിനാ ഇങ്ങനെ തോർത്തു കെട്ടുന്നേ? അടി ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇങ്ങനെ തോർത്തൊക്കെ കെട്ടി തിയേറ്ററിൽ ചെന്നിട്ടതാ ഇങ്ങനെ ഒരു ഇരുത്തിയിരിക്കും. അതെന്തിന്? ഇങ്ങനെ പിറവിൽ ആരെങ്കിലും നമ്മളെ സ്വന്തക്കാരോ ബന്ധുക്കാരോ ഉണ്ടെങ്കിൽ കാണാതിരിക്കാൻ. നാണം കേട്ട മനുഷ്യ, നാളെ തിയേറ്ററിൽ പോയി ഇങ്ങനെ ചരിഞ്ഞിരിക്കാൻ. അത് എന്നോടല്ല പറയേണ്ടത്. പിറവിരുന്നിട്ട് കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ എന്റെ തലക്കിട്ടടിച്ച നിന്റെ അച്ഛനോട് പോയി പറ. നിങ്ങൾ വണ്ടി വിട്ട് കാലഘട്ടം മാറട്ടെ. ഇത് ശരിയില്ല. ചേട്ടാ അവിടെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്നത്. എടി അത് കൊച്ചിൻ കലാഭവന്റെ ആദ്യകാലത്തെ മിമിക്സ് നടക്കുന്നത്. പിന്നെ സിദ്ദിഖ് ലാൽ സാറൊക്കെ നിൽക്കുന്ന ഇപ്പൊ കണ്ട എല്ലാരും അച്ഛൻ അമ്മ അവിടെ സ്കിറ്റ് നടക്കുന്നു. ഒന്ന് കണ്ടിട്ട് പോരാ. ഹോട്ടലല്ലേ? അതെ ഹോട്ടലാണ്. പുട്ടുണ്ടോ? പിന്നെ പുട്ടുണ്ട്. കോഴിയുണ്ടോ? അതുകൊണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യ്, ആ പുട്ടെടുത്ത് കോഴിക്കിട്ടോട്. എങ്ങനെ ഇരിക്കുന്നു? എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കോമഡിയാണെന്ന് അറിയാമോ? ഇപ്പൊ 2025 കോമഡി മാസ്റ്റേഴ്സിൽ ഫ്രഷ് കൗണ്ടർ ആ കിരണും നമ്മുടെ പ്രശാന്ത് കൊണ്ട് അടിച്ചോണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ അനൂജ് സാറിന് ഇതിൽ കയറ്റി ഞാനിവിടെ കൊണ്ടുവന്ന് ഇത് കാണിക്കും. അന്ന് തീരെ അവന്റെ അമ്പലിക്കുട്ടൻ. ചേട്ടാ ഒരു ഹിപ്പി മുടിക്കാരനും ഒരു പെണ്ണുതാ മരത്തിന് വട്ടം ചുറ്റി കളിക്കുന്ന. എടി അതാണ് അന്നത്തെ കാലത്തെ മരം ചുറ്റി പ്രേമം. അപ്പൊ 2025 അതേ മരം വെട്ടി കട്ടിലുണ്ടാക്കി അതിന്റെ 4 ചുറ്റും കിടന്ന് കറങ്ങുന്നതാണ് 2025 പ്രേമം. ഓയാ അങ്ങനെ ചില പേരൊക്കെ പറയാ. കൊറേ നല്ല അടിപൊളി പയ്യന്മാര്. അത് വേറൊന്നുമല്ല, അത് 80 കാലഘട്ടത്തിൽ ഏതോ സിനിമയുടെ ഓഡിഷൻ നടക്കുന്നു. ഓ നല്ല സുന്ദരന്മാരട്ടോ, അവർക്ക് സെലക്ഷൻ ഉറപ്പാണ്. ചേട്ടാ അവിടെ ഒരുത്ത മരം ചാരി ഇരിക്കുന്നുണ്ടാ, അവന് സെലക്ഷൻ കിട്ടൂല. അവരെ കോലം നോക്കും, മുടി നീട്ടി ഒരു ലുക്കില്ല. നായകനാണ് ഒരു ലുക്കില്ല. ആ മരത്തിൽ ചാരിയിരിക്കുന്നു, ആ തോളും ചരിഞ്ഞിരിക്കുന്നു ഇപ്പി മുടിക്കാരൻ. എടീ നനകിഴങ്ങ്, അതാരാന്നറിയാവോ? അതാണ് ഇന്ന് മലയാള സിനിമാ ലോകം അടക്കി ഭരിക്കുന്ന സൂപ്പർ സ്റ്റാർ മോഹൻലാൽ. പിന്നെ ലാലേട്ടോട് എനിക്ക് ഒന്നേ പറയാണ്, ലാലേട്ടൻ ഇനി തുടരും. ലാലേട്ടൻ തുടരും, പക്ഷേ നമ്മുടെ ഈ യാത്ര തുടരുന്നു തോന്നില്ല. വണ്ടി നിക്കുന്നു ചേട്ടാ. എടിയേ ഞാൻ നേരത്തെ കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പൊ നമ്മൾ ഇത് കേറിട്ട് എത്ര സമയമായിടി? 6 മിനിറ്റ് ആയി കാണും. 6 മിനിറ്റ് ആയോ? എങ്കിലേ 6 മിനിറ്റ് ആവുമ്പോഴത്തേക്ക് എന്റെ ബാറ്ററി താനെ ചാർജ് കയറുന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവൂടി. ബാറ്ററി ചാർജ് എന്തോ ചെയ്യും? എന്റെ അടുത്ത് വെച്ചിട്ടായിരുന്നു, അങ്ങോട്ട് പോയി. ചേച്ചി ഞങ്ങളുടെ സ്കിറ്റിന്റെ ക്ലൈമാക്സിന് കുറച്ചുകൂടി ദൂരം പോവാനുണ്ട്. ചേച്ചി ബാറ്ററി കുറച്ച് ചാർജ് ചെയ്താൻ പറ്റുമോ? അങ്ങനെ ചാർജ് ചെയ്ത് തന്നാൽ ടെലിവിഷൻ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു പോളപ്പ ക്ലൈമാക്സ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം. അവര് ചാർജ് ചെയ്ത് തന്നില്ലല്ലോ. ഇവർക്ക് ആർക്കും അത്രയും വലിയൊരു ക്ലൈമാക്സ് കാണാൻ യോഗം അല്ലെന്ന് കരുതും. അല്ലേടി നിമിഷേ? അതെ അതെ. ഏതാ പവർ സ്കിറ്റ്, വൻ പവർ ആയിരുന്നു കേട്ടോ. ചേച്ചി
പക്ഷെ ആ ക്ലൈമാക്സ് കണ്ടാ കൊള്ളാന്ന് എനിക്കുണ്ട്. ആണോ? ആ എന്ത് ചേച്ചി സൂരജേ ശരി ചേച്ചി പവർ കാണിക്കാതെ പവർ കൊടുത്തിരുന്നേ നമുക്കൊരു ക്ലൈമാക്സ് കാണായിരുന്നു. അല്ല വെറുതെ വേണമെങ്കിൽ പറയാലോ. പക്ഷെ ഇവരുടെ ആദ്യം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയണമല്ലോ. ഇല്ല സർപ്പേണ ക്ലൈമാക്സ് പറയണ. പിന്നെ അത് പറയാൻ പറ്റത്തില്ല, ചാർജ് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഓക്കെ ശർമ്മ, എന്തായാലും എനിക്ക് നിങ്ങൾ ഇത്ര വർഷമായിട്ട് അറിയാം. ഇതാ കുറച്ച് ചാർജ് തന്നു, ഇനി ക്ലൈമാക്സ് കളിക്കാം. ക്ലൈമാക്സ് പറയട്ടെ. അല്ലേടി നിമിഷേ. ഓഹോ, അപ്പൊ ഇത് തന്നെയായിരുന്നു ക്ലൈമാക്സ്, വേറെ ഇല്ലായിരുന്നു. എങ്ങാനും ചേച്ചി തന്നിട്ട് എന്ത് ചെയ്തേനെ? അല്ല 3000 രൂപ കട്ട് ചെയ്യണേ. അയ്യോ വേണ്ട. നല്ല സ്കിറ്റ് ആയിരുന്നു അല്ലേ? ശരിക്കും കുറെ പഴയ കാര്യങ്ങള് വീണ്ടും എടുത്ത് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ എത്രത്തോളം ജോക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ തോന്നി? ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നോ അതോ പഴയ ഓർമ്മകളിലേക്ക് പോയ പോലെയാണോ തോന്നിച്ചത്? പഴയ ഓർമ്മകളിലേക്ക് പോയ പോലെ തോന്നിയത്. പിന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കരയിക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഒരു സ്കിറ്റൊക്കെ ലൈവായിട്ട് കാണുന്നത് ഇപ്പോഴാണ്. നന്നായിരുന്നു. ശരി, അപ്പൊ ബാറ്ററി എത്രത്തോളം ചാർജ് കയറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ₹14,000 ആണ് നേടിയിരിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾ വിചാരിച്ചിരുന്ന അത്രയുമായിരുന്നോ? അല്ല, ഒരിക്കലും. പിന്നെ എനിക്ക് ഈ ടൈം ട്രാവലിന്റെ ഒരു സാധനം നമ്മൾ എന്നിട്ട് എൻജോയ് ചെയ്തു. സത്യം, ആ മൊമെന്റ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ കൗണ്ടേഴ്സിൽ ചിരിക്കാനുള്ള ഒരു സാധനം, അതായത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു സാധനം അല്ല. ഇവരെന്താ കൗണ്ടേഴ്സിന്റെ ഇടയിൽ ഭയങ്കര ഗ്യാപ്സ് ഉണ്ടായിരുന്നു. അല്ലാതെ കഥ ഇല്ല അങ്ങനെയൊന്നുമല്ല. പെർഫോമൻസ് എന്ന് ചോദിച്ചാല് പെർഫെക്റ്റ് 100. പക്ഷെ ഒരു ചിരിയും വേറെ ചിരിന്റെ ഇടയിൽ ഭയങ്കര ഗ്യാപ്സ് ഉണ്ടായിരുന്നു. അതാണ്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ₹14,000 ആണ് നിങ്ങൾക്ക് ഇത്തവണ സ്കിറ്റിന് ലഭിച്ചിരിക്കുന്നത്. ശരി, അപ്പൊ ചേച്ചി ആ 14,000 ഒന്ന് ട്രാൻസ്ഫർ ചെയ്താവോ? 14,000 സൗണ്ട്. ആ, സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയല്ലോ. 14,000 അക്കൗണ്ടിലൊന്നാണ്. ശരി, അപ്പൊ എന്തായാലും അടുത്ത തവണ ഇനിയും ചിരിപ്പിക്കാനുള്ള പവർഫുൾ ജോക്സുമായിട്ട് തിരിച്ചു വരാം. ഓൾ ദി വെരി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നമുക്കിനി കുറച്ച് കഥകളിലേക്കൊക്കെ പോവാം. അങ്ങനെ കുറച്ച് ഞങ്ങളുണ്ടല്ലോ, ഈ ഇരിക്കുന്ന ഗ്യാങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യും. ഇതുവരെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടും ഹോട്ടലിൽ നിന്ന് അല്ലാണ്ട് ഒരു സ്ഥലം വരെ അല്ല. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്നെ ആഡ് ചെയ്തിട്ടില്ലല്ലോ. ഈ പുള്ളിക്കാരി ഞാൻ ആദ്യത്തെ ഗോവ ട്രിപ്പ് ഞങ്ങളെ വിളിക്കാതെ എപ്പോഴും ട്രിപ്പ് ആയതുകൊണ്ട് ചേച്ചിയാണ്. ചേച്ചി ഒരിക്കലും നടക്കാൻ പോകാത്ത ഒരു ഗ്രൂപ്പിന് യാത്രയും കുറിച്ച് എന്തിനു ചേച്ചി വെറുതെ ആഡായി സമയം കളയും? ഇവിടെ പോയവർക്ക് കേൾക്കാം. അതെ, പോയവരുടെ കഥ നമുക്ക് കേൾക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ട്രിപ്പുകൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആ 3 പേരായിരിക്കും. ദേവിക, സൂര്യ, ജലജ. അങ്ങനെ പോവാം. നിങ്ങളുടെ ഒരു രസകരമായ ഒരു മൊമെന്റ്. ഞങ്ങള് കഴിഞ്ഞ വെക്കേഷനില് ഞങ്ങള് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോയി. ഓക്കെ, ടോട്ടലി ഞങ്ങള് ജോയിന്റ് ഫാമിലിയാണ്. ഞങ്ങൾ ടോട്ടൽ 10 പേരുണ്ട്. ലോറി പോവോ? ഞങ്ങള് 2-3 വണ്ടി ആയിട്ടാ പോയത്. ലോറിയിൽ തന്നെ ലോഡ് എടുത്ത് വിടുന്ന എല്ലാവരോടും ലക്നൌവിന് പോയി. അപ്പം എനിക്കങ്ങനെ ഹിന്ദി അധികം കേട്ടാ മനസ്സിലാവും, പറയാനറിയില്ല. അപ്പൊ ഞാനും ചിറ്റയും കൂടെ രാത്രിയില്, സാധാരണ അമ്മ ഫ്രണ്ടിൽ പോകും, ഞങ്ങൾ പുറകെ നടക്കുക. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ പോകുമ്പോൾ മെയിൻ നടക്കുന്നത്. ഇതിന്റെ ഞങ്ങൾ രണ്ടുപേരുടെ രാത്രിയിൽ ഇറങ്ങി ചെക്ക് പോസ്റ്റ് ചെന്ന് അവിടെ ഹിന്ദിയാണല്ലോ ഒരു പൊതുവെ സമയം. ഞങ്ങൾക്ക് ഈ കയറ ലോഡും ഉണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് കയറിന്റെ ഹിന്ദി അറിയില്ല. ഞങ്ങള് പുള്ളിയോട് അറിയാവുന്ന ഭാഷയെല്ലാം പറഞ്ഞു. പുള്ളിയുടെ ലാസ്റ്റ് ചിറ്റയുടെ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് സാധനമൊക്കെ കാണിച്ചു. പക്ഷെ മൊത്തം പറഞ്ഞിട്ടൊന്നും അവർക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് പുള്ളി എണീറ്റിട്ട് ഞങ്ങളോട് തൊഴുതു നിന്നിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ആക്ച്വലി ചെക്ക് പോസ്റ്റിൽ എത്തുമ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ഭയങ്കര അത്ഭുതമായിരിക്കില്ല. ബിക്കോസ് അവർ യൂഷ്വലി കാണുന്ന ആൾക്കാരെ ഞങ്ങളിപ്പം ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഡ്രൈവർ ആന്ന് പറയുമ്പോൾ ചിലർ വിശ്വസിക്കില്ല. അപ്പൊ ചിലർ പറയും ഓക്കെ വണ്ടി ഓടിച്ചു കാണിക്കാൻ പറയും. അങ്ങനെ ചില സമയത്ത് ചെക്ക് പോസ്റ്റിൽ ചെല്ലുമ്പോൾ ഓഫീസറൊക്കെ ഇറങ്ങി വന്നത് നോക്കിയിട്ടുണ്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ഇനി പറയുന്നത് ശരിയാണോ എന്ന് അവർക്കൂടെ അറിയണ്ടേ. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ത്രില്ല് തോന്നും. അടുത്ത ട്രിപ്പിൽ നമുക്ക് ഇവരുടെ എവിടെയെങ്കിലും പോയാൽ നമ്മൾ എവിടെയെങ്കിലും എത്തും. ലോഡ് ഓടിക്കാൻ ഞങ്ങൾ റെഡിയാ. ഒരു ടാർപ്പ വിരിച്ച് കെട്ടിയാൽ മതി, എല്ലാവരും അതിനകത്ത്. മഴയത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? മഴയത്തെ ഡ്രൈവ് ഭയങ്കര അടിപൊളി. ഈ മഴയത്തൊക്കെ ആംബുലൻസ് ഓടിക്കാൻ ഭയങ്കര റിസ്ക് അല്ലയോ ചേച്ചി? മഴയത്തൊന്നല്ല, ഏതൊരു സമയത്തും നമുക്ക് ആംബുലൻസ് എന്ന് പറയുന്നത് ഒരു ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അപ്പൊ റിസ്ക് തന്നെയാണ്. മറക്കാനാവാത്തൊരു അനുഭവം ചോദിച്ചാ? മറക്കാനാവാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെ ഓരോ ജീവന് വേണ്ടിയുള്ള ഓട്ടമാണ്. ഒരു ലേഡി എന്ന നിലയിൽ നമുക്ക് ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു മേഖലയല്ല. നമുക്ക് ധൈര്യം വേണം. കാരണം വെച്ചാൽ ബ്ലഡ്
ആണ് മെയിൻ ആയിട്ടുള്ള സംഭവം. ബ്ലഡ് ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ പോയി എടുക്കാറുണ്ട്. കൊണ്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു മൂമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതാണ് എൻ്റെ ജീവിതത്തിൽ ആംബുലൻസ് എന്ന ഒരു മേഖല ഞാൻ തിരഞ്ഞെടുത്തതിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യം. പക്ഷെ അതിനേക്കാൾ ഏറെ ദുഃഖങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളെ പോലെയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, തിരിച്ചു വരാം. പക്ഷെ ആംബുലൻസ് ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് സിറ്റുവേഷനിലായിരിക്കും ആ വിളി വരുമ്പോൾ ചെയ്യുന്നത് നിർത്തിയിട്ട് എടുത്തോണ്ട് പോവാ വണ്ടി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ഈ പറയുന്ന പോലെ ഏത് സമയം വേണമെങ്കിലും നമുക്കൊരു കോളും വരാം. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 മിനിറ്റ് ഉണ്ടായിരുന്നു റെഡിയായി വണ്ടി സ്റ്റാർട്ട്. ഇപ്പൊ അതില്ല, വിത്തിൻ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ. അത് നമ്മൾ ഏത് കണ്ടീഷനിലാണോ ഇരിക്കുന്നത്, ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ബാത്റൂമിലായിരിക്കാം, ഏത് അവസ്ഥയിലിരിക്കുന്നു അവിടുന്ന് നമ്മൾ ഓടി വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത്. കാരണം വെച്ചാൽ നമ്മൾ 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഡിലേ ആയാൽ ഒരു ജീവനായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പം അത് നമ്മൾ സമയമോ കാലോ അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ജീവന് വേണ്ടിയുള്ള പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ മേഖലയിൽ നിൽക്കുന്നത്. വെരി ട്രൂ. ഹാറ്റ്സ് ഓഫ് ടു ദ ഹോൾ ടീം. ആംബുലൻസ് ഡ്രൈവേഴ്സിന് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് തന്നെ തരണം. ബിക്കോസ് അത്രയും റിസ്ക് എടുത്താണ് അവർ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും ചിലവർ ചിലപ്പോൾ വഴി കാണിക്കാണ്ടോ അല്ലെങ്കിൽ മാറിക്കൊടുക്കാണ്ടൊക്കെ ഓരോരുത്തരും ഉണ്ടാവും. പക്ഷേ പ്ലീസ് ഡു റെസ്പെക്ട് ദം. അടിപൊളി. ഹോ അമ്മച്ചിയേ, എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോയിട്ടുണ്ടോ? അതോ ഇപ്പോഴും JCB ആയിട്ട് തന്നെയാണോ? ഓഫ് റോഡ് വരെ ഓടിച്ചിട്ടുണ്ട്. ചില അവസരങ്ങളിൽ നമ്മൾ ത്രില്ലാവും. അങ്ങനെയൊക്കെ വരുമ്പോ ഓഫ് റോഡൊക്കെ ചെയ്യാറുണ്ട്. ആണ്. അടിപൊളി. ഓക്കെ, ആതിര. എനിക്ക് ഏറ്റവും ത്രില്ല് തോന്നിട്ടുള്ളത് വെച്ചാൽ ഈ റാലി കാറിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അതിൽ ഏറ്റവും ഫൺ ഒരു മൊമെന്റ് എന്ന് വെച്ചാൽ അച്ഛനുമായിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഒരു ദിവസം ട്രാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന, അപ്പൊ ആളെ ഞാനൊരു എക്സ്പീരിയൻസിന് കയറ്റി ലെഫ്റ്റ് സൈഡ് ഇട്ട് ഫുള്ള് ലോക്ക് ചെയ്ത്, ഫുൾ നമ്മുടെ നോർമൽ ഇതല്ല, ഹൈവേ ലോക്ക് ചെയ്യുന്ന ഇതാണ്. അപ്പം അച്ഛൻ്റെ ഡ്രൈവിംഗ് മാഷ് കൂടിയാ. അപ്പൊ ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ടേൺ എടുത്തപ്പോഴത്തേക്ക് ആള് പിടിച്ച് സ്റ്റിയറിംഗ് പിടിച്ചു ഒരൊറ്റ ഓടി. ഞാൻ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായി പോയി. കാരണം വണ്ടി സ്കിഡായി ഞാൻ ചവിട്ടി നിർത്തി. ഞാൻ പിന്നെ അടുത്ത റൗണ്ട് വെച്ചപ്പോ ഇവിടെ ഡ്രൈവർ ഒരു മിനിറ്റ് ഒന്ന് ഉണർന്നു, കയ്യും കൂടി അങ്ങനെ കൊച്ചു കൊച്ചു മൊമെന്റ്സ് ലൈഫില് മറക്കാനാവാത്തൊരു അനുഭവം. അടിപൊളി, അടിപൊളി, കൊള്ളാം. അപ്പൊ എന്തായാലും യാത്രകൾ നമ്മൾ കേട്ടു, എക്സ്പീരിയൻസസ് കേട്ടു. ഇനിയെങ്കിലും നമ്മളൊരു യാത്ര പോകുന്നുള്ള പ്രതീക്ഷയോടെ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പ്ലാൻ തുടങ്ങിയാലോ? എന്ത് പറയുന്നു ശ്വേത ചേച്ചിക്ക്? ഇപ്പോഴും ഒരു വിശ്വാസം വരുന്നില്ല നമ്മള് പോകുന്നു. ശരി, അതെന്തിനാ നമ്മള്, അതിലെന്താ ഞാനില്ലാത്ത? എന്നാ ശരി, എന്നാ നമ്മൾ എല്ലാരും പോയി കാണിച്ചിരിക്കും പ്രേക്ഷകരെ. ഞങ്ങള് വിത്ത് അനുജേട്ടൻ, ഞങ്ങളുടെ അനുജേട്ടുമായിട്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. നമുക്ക് എന്നാ അടുത്ത ദിവസം കണ്ടാലോ? പിന്നെ ഇന്നത്തേക്ക് പോവാം. ഇനിയും വരണം, ഞങ്ങൾക്ക് കഥകൾ കേൾക്കണം. അതുവരേക്കും ബൈ ബൈ.